എല്ലാവർക്കും നമസ്കാരം. ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി, ലാബ് അസിസ്റ്റന്റ് ആർക്കിയോളജി, ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാം ഇന്ന് രാവിലെ കഴിഞ്ഞു. നമ്മുടെ ഉദ്യോഗാർത്ഥികളൊക്കെ മാസ്റ്റർ കേക്കിൽ പഠിച്ചവരൊക്കെ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. അവർ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ 3 ഗ്രൂപ്പാണുള്ളത്. ആ 3 ഗ്രൂപ്പിലും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, നമ്മൾ പഠിപ്പിച്ചത് വല്ലതും വന്നോ. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയ്ക്കുള്ള മറുപടി ഭൂരിഭാഗം കുട്ടികളും പറഞ്ഞത് സമയം തികഞ്ഞില്ല എന്നാണ്. ഞാനത് കാണിക്കാം, ഒരു കുറച്ച് മെസ്സേജൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ പലരും പറഞ്ഞ കാര്യം ഇതാണ്, സാർ ഞങ്ങൾക്ക് സമയം തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ, ഇതൊക്കെ നിങ്ങൾ അറിയണം. നിങ്ങൾ ഒരു പരീക്ഷ കൊണ്ട് നിർത്തുന്നവരല്ല, വീണ്ടും പരീക്ഷ വരാൻ പോവുക. ജൂനിയർ അനലിസ്റ്റ്, KMML, KRFED, ജൂനിയർ കെമിസ്റ്റ് വരാൻ പോകുന്നു, ഫുഡ് സേഫ്റ്റി ഓഫീസർ, അങ്ങനെ കുറേ പരീക്ഷ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയണം, ഓരോ PSCയുടെ അപ്ഡേഷൻസ് അറിയണം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഇതെല്ലാം നിങ്ങൾ അറിയണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് ചോദിച്ച മറുപടി ഇതായിരുന്നു, സമയം തികഞ്ഞില്ല. രണ്ടാമത്, എങ്ങനെ മാസ്റ്റർ ഞങ്ങൾ പഠിപ്പിച്ച വല്ലതും വന്നിട്ടുണ്ടോ? അത് കുട്ടികൾ പറഞ്ഞത് ഫലപ്രദമായിരുന്നു, ഞങ്ങൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് കുറച്ച് കമൻ്റ് ഒന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചു നമ്മൾ പഠിപ്പിച്ചതൊക്കെ വന്നു സാർ, സോ ഹെൽപ്ഫുൾ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടീംസ് എഫേർട്ട്. നമ്മൾ എഫേർട്ടിന് താങ്ക് യു പറഞ്ഞിരിക്കുകയാണ്. കാര്യം നമ്മൾ വെറുതെ ഒരു കോഴ്സ് ചെയ്യുക അല്ല ചെയ്യുന്നത്. ഓക്കെ, ഇടയ്ക്ക് 2-3 മോഡൽ എക്സാം പെൻഡിങ് വന്നപ്പോൾ ഒരു കുട്ടി മെസ്സേജ് അയച്ചാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്ത കുറവാണെന്ന്. പക്ഷെ അങ്ങനല്ല, നമ്മൾ വെറുതെ എക്സാം ഇടാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി അതിന് കുറച്ച് ടൈം ഉണ്ടാകും, ഡിലേ ആവുന്നത്. പക്ഷേ ഞങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ട് തന്നെയാണ് കോഴ്സ് എൻഡ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഡബിൾ ഹാപ്പിയാണ്, കാരണം ഞാനാണ് ഈ കോഴ്സ് കോർഡിനേറ്റ് ചെയ്തത്. ഞാൻ 100% ടെൻഷൻ, കാര്യം സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് കൂടെ നിൽക്കുന്നു, ടെക്നിക് നടക്കുന്നു, അതിൻ്റെ സിലബസ് ഏകദേശം കവേർഡായി വരുന്നു, ഇതൊന്നും ആവുന്നില്ല. പക്ഷേ ഭാഗ്യത്തിന് എന്താണ്, ബൈ ഇലക്ഷൻ വന്നു, എക്സാം മാറ്റിവെച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും ആദ്യം പോലെ എല്ലാം ക്ലാസ് എടുക്കാൻ പറ്റി. ഓർഗാനിക്കും രാഹുൽ സാറും ആൽവിൻ സാറും ദീപക് സാറും ഒക്കെ ഒരുപാട് നന്നായിട്ട് ക്ലാസ് എടുത്ത് തന്നു. ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ് ഈ കോഴ്സ് എന്ന് പറഞ്ഞു. അടുത്തതിലേക്ക് പോകാം. സാർ ആൻസർ എപ്പോൾ കിട്ടും? ഓക്കെ, പഠിപ്പിച്ചത് കുറേ ഉണ്ടായിരുന്നു, ബട്ട് ടൈം കിട്ടിയില്ല. എക്സാം കുഴപ്പമില്ലായിരുന്നു, പഠിപ്പിച്ചത് കുറേ വന്നു. ഓക്കെ, ടൈം കിട്ടിയില്ല. ഓക്കെ, മോഡൽ എക്സാമിലെ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. നമ്മൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, മോഡൽ എക്സാം ഹെൽപ്ഫുൾ ആയിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, വന്നു സാർ. അപ്പോൾ ഇത് കുറച്ച് കുട്ടികളുടെ മാത്രമേ കമൻറ്റ് ഉള്ളൂ ഇതിനകത്ത്. വന്നിരുന്നു, ബട്ട് ടൈം കിട്ടിയില്ല. ഓക്കെ, ടൈം കിട്ടിയില്ല. ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാണ്. കുറേയൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു സാർ. ഓക്കെ, എല്ലാവരും അത് വേറെ കാര്യമാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കുറേ വന്നേക്കുന്നത്. അവരെ അറിയാവുന്ന കാറ്റഗറി പറയുന്നവരും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറയാൻ, ആത്മാർത്ഥമായിട്ട് ആൾമോസ്റ്റ് വന്നു, ഈസി ആയിരുന്നു. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എക്സാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 1 മണിക്കൂർ ശേഷം വന്ന മെസ്സേജുകളാണ് ഇതെല്ലാം. ടൈം കിട്ടിയില്ല. മോഡൽ എക്സാമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, വന്നു സാർ. മോഡൽ എക്സാംസ് ഹെൽപ്ഫുൾ ആയിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, ഓക്കെ, ടൈം കിട്ടിയില്ല. മോഡൽ എക്സാമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, വന്നു സാർ. ഓക്കെ, മോഡൽ എക്സാംസ് ഹെൽപ്ഫുൾ ആയിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് വന്നു സാർ. ഓക്കെ, മോഡൽ എക്സാംസ് ഇട്ടുന്ന മോഡൽ ക്വസ്റ്റ്യൻസും സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ്, ഇത് ഏറ്റവും വലിയ സക്സസ് ആണ് കേട്ടോ, സെയിം ക്വസ്റ്റ്യൻസ് വന്നത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻസ് വെച്ച് വലിയ ഭാഗ്യമാണ്. അത് വന്നത് നമുക്ക് മാസ്റ്റർക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ മോഡൽ എക്സാം ഇട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു. ഓക്കെ, മാസ്റ്റർക്ക് സോൾവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് സമയം കിട്ടിയില്ല. പ്രോബ്ലംസ് കുറേ ഉണ്ടായതുകൊണ്ട് സമയം കിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. മാസ്റ്റർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ടൈം കിട്ടിയില്ല. മിക്കവാറും പരീക്ഷകൾക്ക് കുട്ടികൾ പറയുന്നതാണ്, സാർ നിങ്ങളുടെ മാസ്റ്റർക്ക് അക്കാഡമി പഠിപ്പിച്ച് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് അതേ കണക്ക് റിപ്പീറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് കോഴ്സ് ചെയ്യുന്നത്. മാസ്റ്റർക്ക് അക്കാഡമി ഒരു കോഴ്സ് ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമാണ്. കാര്യം ഞങ്ങൾക്ക് വീണ്ടും നമ്മുടെ സ്റ്റുഡൻസിനെ കിട്ടണം. ഒരു കോഴ്സ് കുളമായി കഴിഞ്ഞാൽ പിന്നീട് സ്റ്റുഡൻസിനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടാണ് മാസ്റ്റർക്ക് കോഴ്സ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് പ്രയോജനമാണ്. കാര്യം എന്താണ്, ജൂനിയർ അനലിസ്റ്റ്, KMML, KRFED, ജൂനിയർ കെമിസ്റ്റ്, ഇതിനൊക്കെ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.